മച്ചാന്മാരെ, അപ്പോൾ നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വോയിസും വീഡിയോയും ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കേട്ടോണ്ടിരിക്കുന്ന വോയിസും ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് എനിക്ക് ക്രിയേറ്റ് ചെയ്തുതന്ന വോയിസ് ആണ്. നമ്മൾ വെറുതെ ടൈപ്പ് ചെയ്തു കൊടുത്താൽ മാത്രം മതി. നമുക്ക് അത് വോയിസ് ആയിട്ടും വീഡിയോ ആയിട്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ഇഷ്ടമുള്ള സ്വരത്തിൽ തന്നെ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ആണുങ്ങളുടെയോ പെണ്ണുങ്ങളുടെയോ ശബ്ദത്തിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അത് എങ്ങനെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരുന്നതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പായി ഇതുപോലത്തെ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ആപ്ലിക്കേഷൻ വേണമെന്ന് ഉണ്ടെങ്കിൽ നിങ്ങൾ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക. പിന്നെ ബെൽ ഐക്കൺ ഓൾ എന്ന സെക്ഷനിലേക്ക് വെച്ച് കഴിഞ്ഞാൽ ഞാൻ വീഡിയോ ഇടുമ്പോൾ നിങ്ങൾക്ക് അത് നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. വെബ്സൈറ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടുന്ന് കയറി രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. രജിസ്റ്റർ ചെയ്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഇന്റർഫേസ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ 5 ഓപ്ഷൻസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ആദ്യത്തെ ഓപ്ഷൻ എന്നുവച്ചാൽ നമുക്ക് ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് നമുക്ക് വീഡിയോ ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയ ഒരു ഓപ്ഷനാണ്. രണ്ടാമത്തെ ഓപ്ഷൻ എന്നുവച്ചാൽ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് നമുക്ക് ഓഡിയോ ഡൗൺലോഡ് ചെയ്യാൻ പറ്റിയ ഓപ്ഷനാണ്. മൂന്നാമത്തെ, നാലാമത്തെ, അഞ്ചാമത്തെ ഓപ്ഷൻ ഞാൻ നോക്കിയിട്ടില്ല. അപ്പോൾ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടും എങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ഓപ്ഷനിലേക്ക് കടക്കാം. ആദ്യത്തെ ഓപ്ഷൻ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്ത് വീഡിയോ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അവിടെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ പറ്റിയ ഓപ്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലുമൊന്ന് ടൈപ്പ് ചെയ്തു കൊടുക്കുക. ടൈപ്പ് ചെയ്തു കൊടുത്തതിനു ശേഷം നിങ്ങൾക്ക് അവിടെ കുറെ പേരുടെ ഫോട്ടോ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഏതെങ്കിലും ഒരു ഫോട്ടോ നിങ്ങൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്ത് ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു വോയിസ് സെലക്ട് ചെയ്യുക. അതിനുശേഷം മുകളിൽ കാണുന്ന വീഡിയോ ക്രിയേറ്റ് എന്നുള്ള സെക്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ക്രിയേറ്റ് ചെയ്ത് കിട്ടുന്നതായിരിക്കും. അത് നിങ്ങൾക്ക് അവിടുന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഇനി രണ്ടാമത്തെ ഓപ്ഷനിലേക്ക് വരാം. രണ്ടാമത്തെ ഓപ്ഷൻ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്തു എങ്ങനെ നമുക്ക് ഓഡിയോയിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. രണ്ടാമത്തെ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. രണ്ടാമത്തെ ഓപ്ഷനിൽ കയറിക്കഴിയുമ്പോൾ അവിടെ ഇതുപോലെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം ലാംഗ്വേജ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ടെക്സ്റ്റ് നമ്മൾ ടൈപ്പ് ചെയ്ത് താഴെയായിട്ട് ഒരു വോയിസിന്റെ ചിഹ്നം കാണാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ വോയിസ് നമുക്ക് ക്രിയേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ അതൊന്നും കേട്ടു നോക്കുക. കേട്ടു നോക്കിയതിനു ശേഷം നിങ്ങൾക്ക് കണ്ടിന്യൂ എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരുപാട് വോയിസ് കാണാൻ സാധിക്കുന്നതായിരിക്കും. ആ വോയിസ് എല്ലാം ഞാൻ ക്രിയേറ്റ് ചെയ്തു ഡൗൺലോഡ് ചെയ്തതാണ്. നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്തത് ഏറ്റവും മേളിൽ കിടക്കുന്നതാണ്. അതിനു സൈഡിലായി ഡീറ്റെയിൽ എന്നുള്ള സെക്ഷൻ കാണാൻ സാധിക്കുന്നതായിരിക്കും. അവിടെ നമുക്ക് കയറി നമ്മൾ ടൈപ്പ് ചെയ്തതാണോ എന്നുള്ളത് നമുക്ക് നോക്കി സ്ഥിരീകരിക്കാവുന്നതാണ്. അതിനുശേഷം നിങ്ങൾ സൈഡിൽ കാണുന്ന ഈ ഓപ്ഷനിൽ ഡൗൺലോഡ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യുക. ഇനി ഒരിക്കലും നിങ്ങളുടെ സ്വരം കൊള്ളില്ല എന്നുള്ള ഒരു കാരണം കൊണ്ട് തന്നെ നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ഇടാതെ ഇരിക്കരുത്. നിങ്ങൾ ഒരു യൂട്യൂബ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്ന ആളാണെങ്കിൽ നിങ്ങൾ ഈ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ ഉപയോഗിച്ചു നോക്കുക. നമുക്ക് ഇഷ്ടമുള്ള സീനുകൾ ക്രിയേറ്റ് ചെയ്തു തരുന്ന ഒരു വെബ്സൈറ്റ് ഞാൻ അടുത്ത ദിവസം പരിചയപ്പെടുത്താവുന്നതാണ്. ആ വീഡിയോയ്ക്ക് വേണ്ടി നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു കാത്തിരിക്കുക. നിങ്ങൾക്കെന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക. പിന്നെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇത് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂട്ടുകാർക്ക് ഷെയർ ചെയ്തു കൊടുക്കുക. ഇതിലും നല്ലൊരു മികച്ച വീഡിയോ ആയി നമുക്കിനി അടുത്ത ദിവസം കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.